ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഹൈക്കോടതിയിൽ നിന്ന് പുറത്തു വരുന്നത്. CMRL നൽകിയ അപ്പീൽ തള്ളിയിരിക്കുന്നു. ഇഡിയുടെ അന്വേഷണത്തിന് ഒരു പ്രശ്നവുമില്ല, ഇഡിക്ക് ഇനി സുഗമമായ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന വിധിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതായത് ഈ പ്രീഡിക്കേറ്റ് ഒഫൻസ് ഇല്ലാതെ കേസ് രജിസ്റ്റർ ചെയ്യാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് CMRL മുന്നോട്ട് വെച്ചതെങ്കിൽ ആ വാദങ്ങളൊന്നും ഡിവിഷൻ ബെഞ്ച് അംഗീകരിക്കുന്നില്ല. ഡിവിഷൻ ബെഞ്ച് വളരെ കൃത്യമായി തന്നെ പറയുന്നു, അത്തരത്തിൽ പ്രീഡിക്കേറ്റ് ഒഫൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന SFIO കംപ്ലൈന്റ് കൊണ്ട് മാത്രം അന്വേഷണം മുന്നോട്ട് പോകാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഡിവിഷൻ ബെഞ്ചിന്റെ ഈ അപ്പീൽ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ ഉണ്ടാകുക. വളരെ വിശദമായി തന്നെ ഒരു പ്രാഥമികമായി തന്നെ ഓർഡർ വായിച്ച ശേഷമാണ് ഈ അപ്പീൽ തള്ളുന്ന കാര്യം കോടതി അറിയിച്ചത്. CMRLനും വീണയ്ക്കുമൊക്കെ വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ഇഡി അന്വേഷണം സുഗമമായി മുന്നോട്ട് പോകും. ഇനി അടുത്ത നടപടി ഈ കേസിൽ വീണ തൈക്കണ്ടി അടക്കമുള്ള ആളുകൾക്ക് നോട്ടീസ് നൽകുക എന്ന നടപടിയിലേക്ക് ഇനി ഇഡിക്ക് സുഗമമായി പോകാം. അല്പസമയത്തിനകം തന്നെ ഇഡിയുടെ ഉന്നതതല യോഗം ഇവിടെ ചേരുകയാണ്. ഇഡി ഡയറക്ടർ രാഹുൽ നവീന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരും. അതിന് ഈ ഉത്തരവടക്കം അതിൽ ചർച്ചയാകും, അതായത് ഈ അപ്പീൽ ഉത്തരവടക്കം അതിൽ ചർച്ചയാകുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. CMRL മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട വാദങ്ങൾ, ഒന്ന്, ഇത് ഇഡിയുടെ അധികാര പരിധിക്ക് പുറത്തുള്ള വിഷയമാണ്. മറ്റൊന്ന്, ഈ പ്രെഡിക്കേറ്റ് ഒഫൻസ്, അതായത് മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്താൽ ഒരു പ്രെഡിക്കേറ്റ് ഒഫൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇഡിക്ക് സാധാരണഗതിയിൽ ACR എടുക്കാനുള്ള അധികാരമുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പ്രെഡിക്കേറ്റ് ഒഫൻസ് ഇല്ല. ഈ പ്രശ്നം നേരത്തെ പരിഹരിക്കപ്പെട്ടതാണ്. അതായത് ഈ പറയുന്ന പിഴയടച്ചടക്കം ഈ പ്രശ്നം പരിഹരിച്ചതാണ്. വീണ്ടും ഒരു അന്വേഷണവുമായി വരുന്നത് SFIO റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഇഡിക്ക് അത്തരത്തിൽ SFIO റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രം കേവലം ഒരു ECI രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല തുടങ്ങിയ വാദങ്ങളൊക്കെയാണ് ഉന്നയിച്ചത്. പക്ഷേ കോടതി ആ വാദങ്ങളൊക്കെ നിരാകരിക്കുകയാണ്. അന്വേഷണവുമായി ഇഡിക്ക് മുന്നോട്ട് പോകുന്നതിൽ തടസ്സമില്ല. സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിന് ഒരു പ്രശ്നവുമില്ല. സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് തള്ളാൻ മറ്റ് സാഹചര്യങ്ങളൊന്നുമില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ജസ്റ്റിസ് രാജ വിജയരാഘവന്റെ ബെഞ്ച് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്.